നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശുക്രൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് 30 മുതൽ 45 ചിലപ്പോൾ 60 ദിവസം വരെ സഞ്ചരിക്കാൻ സമയമെടുക്കും. ഏതാനും ദിവസങ്ങൾ മാത്രമേ ശുക്രൻ കർക്കിടകത്തിൽ നിന്നിട്ടുള്ളൂ. ഇപ്പോഴിതാ ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കേവലം 24 ദിവസം മാത്രമാണ് അദ്ദേഹം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ 2025 അടുത്ത മാസം ഒക്ടോബർ 8-ാം തീയതി, അതായത് 1201 കന്നിമാസം 22-ാം തീയതി ശുക്രൻ കന്നിയിലേക്ക് പ്രവേശിക്കും. അത് ഗുണമാണോ? കന്നി ശുക്രൻ്റെ നീചരാശിയാണ്. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം. അതിൻ്റെ 7-ാം ഭാവം, ഓപ്പോസിറ്റ് ഭാവമാകുന്നു കന്നിരാശി. കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ ഉച്ചസ്ഥിതി മേടത്തിലാണ്. മേടം 10 അത്യുച്ചം. പക്ഷേ അതിൻ്റെ അങ്ങേറ്റം നീചസ്ഥിതി, അതിൻ്റെ ഓപ്പോസിറ്റായ എതിർഭാഗത്തുള്ള തുലാം രാശി തുലാം 10 അതിനീചമാണ്. വ്യാഴത്തിന് നീചസ്ഥിതിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയും ശുക്രനെ കൊണ്ട് അവനെന്താ ശുക്രദശയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇതേ ശുക്രൻ തന്നെ അങ്ങേയറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും ആ ഗ്രഹം ദുർബലമാകുമ്പോൾ എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ഇവിടെ ശുക്രൻ 2025 സെപ്റ്റംബർ 15-ാം തീയതി, അതായത് 1201 ചിങ്ങമാസം 29-ാം തീയതി പുലർച്ചയോടുകൂടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കണം, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടൻ രാശി മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. നവഗ്രഹത്തിൽ ശുക്രൻ അസുരാചാര്യനാണ്, വ്യാഴൻ ദേവാചാര്യൻ. നവഗ്രഹത്തിൽ ശുക്രൻ്റെ ധ്യാന ശ്ലോകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഹിമകുന്ദ മൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനാണ് ശുക്രൻ. പാട്ടും സംഗീതവും മദ്യവും സുഹൃത്തുക്കളും സ്ത്രീകളും പ്രണയങ്ങളും പ്രണയഭംഗങ്ങളും ഒക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ ഗ്രഹമാണ്. ശുക്രൻ മെറ്റീരിയലിസ്റ്റാണ്, ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ്, അസുരാചാര്യനാണ്. അസാധ്യമായ പാണ്ഡിത്യവും വിവരവുമുണ്ട് അസുരാചാര്യന്. സംഗീതം, പാട്ട്, കൂത്ത്, കലകൾ, സംഗീത ഉപകരണങ്ങൾ തൗര്യത്രികമെന്നാണ് പറയുക. അതിൻ്റെ ആചാര്യനാണ് ശുക്രൻ. അതിനാൽ ഈ ശുക്രൻ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പോകുന്നത് ശത്രുക്ഷേത്രമായ ചിങ്ങത്തിലാണ്. എങ്കിലും കർക്കിടകത്തിലെ ശുക്രൻ പലപ്പോഴും മോഹങ്ങളും മോഹഭംഗങ്ങളും വൈവാഹിക വിഷയത്തിലെ തടസ്സങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ്വിഭാര്യോർത്തി ഭീരു പ്രബലമത ശോകശ്ച ശശിബേ. 2 ഭാര്യമാരെ ലഭിക്കുക, പലപ്പോഴും ഡൈവേഴ്സ് ആവുക, സെക്കൻഡ് മാരേജ്, അല്ലെങ്കിൽ തന്നെ മനോഹരിയായ സുശീലയായ ഭാര്യ ഉണ്ടെങ്കിലും മറ്റു ചില പ്രണയങ്ങളൊക്കെ വരിക, ഭാര്യയെപ്പോലൊരു സ്ത്രീയെ കണക്കാക്കുക. ദ്വിഭാര്യ അർത്ഥി അർത്ഥയതേ ഇത് അർത്ഥി, ആഗ്രഹിക്കുക. പ്രബലമായ മതവും ശോകവും കാമവും ഉണ്ടാവുക, ദുഃഖവും ഉണ്ടാവുക. ഇതാണ് കർക്കിടകത്തിലെ ശുക്രന് ഫലം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിങ്ങത്തിൽ വരുമ്പോൾ ശുക്രൻ വളരെയധികം എന്താകുന്നു? അങ്ങേയറ്റം മെറ്റീരിയലിസ്റ്റാണ്. ഹരോ യോഷാർത്ഥാപ്തിഹി. ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ യോഷാർത്ഥ ആർത്ഥിഹി, സ്ത്രീധനം കിട്ടും, സ്ത്രീയിലൂടെ ധനം കിട്ടും. അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷധനം, പുരുഷനാണെങ്കിൽ സ്ത്രീധനം. ഇവിടെ പ്രത്യേകിച്ച് പുരുഷനാണ് പ്രാധാന്യം. സ്ത്രീയെ സംബന്ധിച്ചോളം ശുക്രൻ അത്രയധികം പ്രാധാന്യമില്ല. പക്ഷേ പുരുഷനെ സംബന്ധിച്ചോളം കളത്രമാണ്. 7-ാം ഭാവമാകുന്നു ശുക്രൻ. പ്രവര യുവതിക്ക്, തനിക്ക് ധാരാളം യുവതികൾ വരും. താനുമായി ബന്ധപ്പെട്ട ധാരാളം സ്ത്രീകളുടെ സാമീപ്യം, സംസർഗം തനിക്ക് ലഭിക്കും. പലപ്പോഴും മന്ദതയുള്ള സന്താനങ്ങളെ ലഭിക്കും. ആ യോഗം ശരിക്ക് വരണമെങ്കിൽ ജാതകത്തിൽ ശുക്രൻ അങ്ങേറ്റം ദുർബലനായി 6, 8, 12 ഭാവങ്ങളിൽ വരണം. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീക്ക്, ആ സന്താനത്തിന് എന്തുണ്ടാകില്ല? മന്ദത ഉണ്ടാകാം. അത് ശാരീരികമായ വിഷയത്തിലാകാം, മാനസികമായ വിഷയത്തിലാകാം, ഓട്ടിസം തുടങ്ങിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വിഷയത്തിലൊക്കെയാകാം. ജ്യോതിഷം അതിസൂക്ഷ്മമായ സാഗരമാണ്. നാം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഉദാഹരണമായി കുംഭൻ ലഗ്നമായി അഷ്ടമത്തിൽ
വളരെ ദുർബലമായി നീചത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ, അപ്രകാരം മേടം ലഗ്നമായി 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ശുക്രൻ വൈകല്യങ്ങൾ ഉണ്ടാക്കും. ആ സമയത്ത് ജനിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ഇപ്രകാരമുള്ള രോഗാദി അരിഷ്ടതകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കപ്പെടുമെന്നാണ് നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. പക്ഷേ ആ ശുക്രൻ തന്നെ ഇവിടെ ഒരു ത്രിഗ്രഹ യോഗത്തിൻ്റെ കർത്താവാണ്. ഞാനിപ്പോൾ ജ്യോതിഷ യോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ഡെയിലി നിങ്ങളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ആ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും ബുധനും ശുക്രനും തമ്മിലുള്ള യോഗത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല യോഗമാണോ? അതല്ല. അതിതപ്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുഭിഹി സ്ത്രീഹേദോഹോ സന്തപ്തഃ എന്നാണ് ത്രിഗ്രഹയോഗം പറഞ്ഞിരിക്കുന്നത്. അതിതപ്തഃ വളരെയധികം താപങ്ങൾ ദുഃഖങ്ങൾ വരും. ശുക്രൻ ഇമോഷണലാണ്, വളരെ സെൻസിറ്റീവായ പ്ലാനറ്റ് ആകുന്നു. വാചാടഹ വളരെയധികം സംസാരിക്കും, കറങ്ങുവാനുള്ള താല്പര്യം വളരെയധികം വരും. പ്രോഷിതോ ഗുരുഭിഹി തൻ്റെ ഗുരുജനങ്ങളുമായി വിയോഗങ്ങൾ ഉണ്ടാകാം. അത് അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ തൻ്റെ ഗുരുനാഥന്മാരാകാം. ഇവരുമായി വിയോഗങ്ങൾ ഉണ്ടാവുക. സ്ത്രീഹേതോഹോ സന്തപ്തഃ സ്ത്രീ കാരണം താൻ ദുഃഖിക്കേണ്ടി വരും അങ്ങേയറ്റം. സമ്യക് തപ്യത ഇത് സന്തപ്ത അങ്ങേയറ്റം സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ വളരെയധികം സ്ത്രീപീഡനം, ഇങ്ങനെയുള്ള കേസുകൾ, അല്ലെ പുരുഷപീഡനം, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് 24 ദിവസം. വളരെ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്. ഏതായാലും മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് വിലയിരുത്താം. ശ്രദ്ധിക്കുക. മകേരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണെന്ന് അറിയുക. ഇവിടെ ശുക്രനോടുകൂടെ സൂര്യനും ബുധനും ഉണ്ട്. അതൊരു നല്ല യോഗമല്ല. 3-ാം ഭാവം സഹോദര വിഷയമാണ്. അവിടെ ശുക്രൻ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശോ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. രതി സ്ത്രീജനെ തസ്യ ന സ്ത്രീജനങ്ങളോട് അങ്ങേയറ്റം താല്പര്യമുണ്ടാകില്ല എന്നൊരു ഫലമാണ്. അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് തന്നോട് താല്പര്യമുണ്ടാകില്ല. ആരർത്ഥത്തിലിരിക്കുകയാണെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ കാരണം, സ്ത്രീകളുടെ പ്രണയം കാരണം ദുഃഖം അനുഭവിക്കേണ്ടി വരും. അത് വളരെയധികം ശ്രദ്ധിക്കണം. ചിങ്ങക്ഷേത്രത്തിലെ ശുക്രൻ അങ്ങനെ ഒരു ഫലമുണ്ട്. അതിനാൽ സ്ത്രീ സൗഹൃദങ്ങളെ ശ്രദ്ധിക്കുക. ഗുരു യസ്യ ദുശ്ശൽക്കോ ദാനവാനാം ദാനവന്മാരുടെ ഗുരു 3-ാം ഭാവത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ന പൂർണ്ണോഭവേൽ പുത്രസൗഖ്യോപി സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ. ഇവിടെ ശുക്രൻ 5-ാം ഭാവാധിപനാണ്, വൈകല്യവാനും കൂടിയാണ്. തൻ്റെ സന്താനങ്ങളെ ചിന്തിക്കണം. അത് 3-ാം ഭാവത്തിൽ വരുമ്പോൾ ന പൂർണ്ണോഭവേൽ പുത്രസൗഖ്യോപി പുത്രന് സൗഖ്യമുണ്ടെങ്കിലും പൂർണ്ണത വരില്ല. അതിനാൽ പലപ്പോഴും അവരുടെ പഠനം, അവരുടെ വിദ്യാഭ്യാസം, യാത്ര, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന മറ്റ് വിഷയങ്ങൾക്കൊക്കെ തന്നെ ചില ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും. ഈ ഒരു 24 ദിവസമെന്നറിയണം. സേനാപതി സേനയെ നയിക്കുന്ന ആളാണ്. പക്ഷേ യുദ്ധം വരുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ഭീരുവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടുന്ന അവസ്ഥ വരുമ്പോൾ ഒളിച്ചോടേണ്ടുന്ന ഒരു സ്ഥിതി സംജാതമാകാതെ നോക്കണം. തനിക്ക് ആവശ്യമുള്ളത് മാത്രം ദാനം ചെയ്യുക, അല്ലെങ്കിൽ വലിയ വലിയ സംഭാവനകളൊക്കെ പ്രോമിസ് ചെയ്യുക. എന്നിട്ട് അവസാനം ഞാൻ ഏത് സമയത്താണ് ഇതൊക്കെ ചിന്തിച്ചു പോയത്, കൊടുക്കാൻ തോന്നിയത് എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ ആ വിഷയത്തിലും ജാഗ്രത പാലിക്കുക. ഇവിടെ ശുക്രൻ 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്, തപസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. അതിനാൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ 24 ദിവസം ഗണപതിക്ക് നാളികേരം അടിക്കുന്നത് വളരെ ഗുണമായിരിക്കും. വിഘ്നങ്ങളൊക്കെ മാറട്ടെ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇത് നിങ്ങളുടെ മന്ത്രപതിയാണ്. അതിനാൽ നല്ല മന്ത്രങ്ങൾ ജപിക്കുക. ഓം ഗം ഗണപതിയെ നമഃ എന്നതാകുന്നു ഗണപതിയുടെ മന്ത്രം. അത് ജപിക്കുന്നത് വളരെയധികം പ്രഭാവത്തെ നിങ്ങളിൽ ഉണ്ടാക്കും. ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ അനുകൂലമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു 24 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.